നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ SCRT-യുമായി ബന്ധപ്പെട്ട വരുന്നതാണ് കേട്ടോ. നമ്മൾ SCRT ഇന്ന് മുതൽ SCRT സീരീസ് ആരംഭിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ SCRT-യിലുള്ള ഓരോ പാഠഭാഗങ്ങളായിട്ട് സോഷ്യൽ ആയാലും സയൻസ് ആയാലും ഈ വരുന്ന ഏത് ടോപ്പിക്കുകളായാലും നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്ത് പോവുകയാണ്. അപ്പം SCRT എന്ന് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സീരീസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിൽ മൊത്തം SCRT ടെക്സ്റ്റ് ബുക്ക് തന്നെയായിരിക്കും ചോദ്യങ്ങൾ, ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മൾ ഈ പറഞ്ഞ 7ാം ക്ലാസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്ന കുറച്ച് സോഷ്യലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നവോത്ഥാനം സാഹിത്യത്തിൽ എന്ന് പറയുന്നത് കേട്ടോ. ടോപ്പിക് അതാണ്, നവോത്ഥാനം സാഹിത്യത്തിലാണ്. നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു ആര്? പെട്രാർക്ക് എന്ന് പറയുന്നത്. പേര് പഠിച്ചു വെച്ചാൽ പെട്രാർക്കാണ്. 1304 AD മുതൽ 1374 വരെ ജീവിച്ചിരുന്ന പെട്രാർക്കാണ് ഇദ്ദേഹത്തെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ നമ്മൾ നവോത്ഥാനത്തിന്റെ പിതാവ് പറയുമ്പോൾ രാജാ രാമോഹൻ റോയൊക്കെ പറയുമെങ്കിലും നവോത്ഥാനത്തിന്റെ റിനൈസൻസിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? പെട്രാർക്കാണ്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഉറപ്പായിട്ട് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് വരാം. ഓക്കെ, ഏറ്റവും പ്രസിദ്ധമായ കൃതി ഏതാണ്? സീക്രട്ടമാണ് കേട്ടോ. സീക്രട്ടം എന്ന് പറയുന്ന ആരുടെയാണ്? അങ്ങനെയും ചോദിക്കാം. സീക്രട്ടം എന്ന് പറയുന്ന ആരുടെയാണ്? പെട്രാർക്കിനെയാണ്. പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, എക്സാമിന് വരാം. ഏത് ലെവൽ എക്സാമിന് വേണോ ചോദിക്കാം. ഓക്കെ, ബേസ് കാര്യമാണ്. 7ാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. പെട്രാർക്കാണ് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പെട്രാർക്കിന്റെ എന്താണ് പ്രസിദ്ധമായ കൃതി ഏതാണ്? സീക്രട്ടമാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതി എന്ന് പറയുന്നത്. നമ്മൾ അടുത്തോട്ട് പോവാണ്. മൊണാലിസ നമുക്കറിയാം ആരുടെയാണ്? ലിയനാർഡോ ഡാവിഞ്ചിയുടെയാണ്. എന്ന് പറയുന്ന മൊണാലിസ എന്ന് പറയുന്നത് അല്ലേ, നവോത്ഥാന കാലത്ത് പ്രസിദ്ധമായ ചിത്രമായിരുന്നു മൊണാലിസ എന്ന് പറയുന്നത്. മൊണാലിസയുടെ ചിരി, നിഗൂഢമായ ചിരി എന്ന് പറയുന്നത് എന്താണ്? പിൻകാലത്തെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിതെളിച്ചിട്ടുണ്ട്. ആരുടെയാണ് ചോദിക്കുന്ന? ആരുടെ ആയിരിക്കും? ഡാവിഞ്ചിയുടെ തന്നെയാണ്. 1503-നും 1505-നും ഇടയിലാണ് ഈ ചിത്രം വരച്ചത് കേട്ടോ. അവസാനത്തെ അത്താഴം ആരുടെ തന്നെയാണ്? ലിയനാർഡോ ഡാവിഞ്ചി. അപ്പോൾ ഈ ചോദിക്കുക, ഈ പേരുകൾ വന്നിട്ട് ഇത് ആരുടെയാണെന്ന് ചോദിക്കുക. ആരുടെയാണ്? ലിയനാർഡോ ഡാവിഞ്ചിയുടെയാണ് എന്ന് പറയുന്ന അവസാനത്തെ അത്താഴം, ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്നത് ലിയനാർഡോ ഡാവിഞ്ചിയുടെയാണ്. ടെസ്റ്റിൽ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. മൈക്കൽ ആഞ്ചലോയുടെയാണ് ഇത് അന്ത്യവിധി, ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ആരുടെയാണ്? മൈക്കൽ ആഞ്ചലോ. തെറ്റിപ്പോവില്ല. അന്ത്യവിധി ആരുടെയാണ്? ഈ പറയുന്ന മൈക്കൽ ആഞ്ചലോയുടെയാണ്. ഏതൻസിലെ വിദ്യാലയം ആരുടെയാണ്? റാഫേലിന്റെയാണ്. അപ്പോൾ ചോദ്യങ്ങൾ വരാം, ഇതൊക്കെ ആരുടെയാണെന്ന് ചോദ്യങ്ങൾ വരാം. പാഠപുസ്തകത്തിലുണ്ട്, റാങ്ക് മേക്കിംഗ് ആയിട്ട് മാറും. 7ാം ക്ലാസ്സിലെ പുസ്തകമാണ്, അതുകൊണ്ട് തെറ്റിക്കാതിരിക്കുക കേട്ടോ. സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്നും ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സൂര്യനെ പ്രദക്ഷിണം വെക്കുന്നുണ്ടെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. എന്നാൽ ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന ധാരണയായിരുന്നു മുൻകാലത്ത് നമുക്കറിയാമത്. ഓക്കെ, ഈ ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട നവോത്ഥാന കാലഘട്ടത്തിലാണെന്നും അറിയാം. കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നു. അപ്പൊ ആരുടെയാണ് സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ്? സൂര്യനാണ് കേന്ദ്രം എന്ന് ആവിഷ്കരിച്ച ആരാണ്? കോപ്പർനിക്കസ് ആണ്. ഓക്കെ, ഗലീലിയോ ടെലിസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയൂഥ ഗലീലിയോ എന്ത് വികസിപ്പിച്ചെടുത്തു? ടെലിസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. അതുപോലെ അടുത്ത ചോദ്യം ഏതാണ്? ഗുട്ടൻബർഗ് എന്താണ് കണ്ടുപിടിച്ചത്? അച്ചടി യന്ത്രമാണ്. ഓക്കെ, എന്താണ്? അച്ചടി യന്ത്രം കണ്ടുപിടിച്ച ആരാണ്? ഗുട്ടൻബർഗ്. 3 പേരുകൾ പറഞ്ഞുപോയി. കോപ്പർനിക്കസ് പറഞ്ഞുപോയി, ഗലീലിയോ പറഞ്ഞുപോയി, അതുപോലെ ഇതും പറഞ്ഞുപോയി, ഗുട്ടൻബർഗും പറഞ്ഞുപോയി. പഠിച്ചു പോകാം. 3 ആൾക്കാരും വളരെ ഇമ്പോർട്ടന്റ് ആൾക്കാരാണ്. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ജോഗ്രഫിയിൽ വേണമെങ്കിൽ ചോദിക്കാം, പഠിച്ചു വെക്കുക കേട്ടോ. ഇനി വ്യവസായ വിപ്ലവ കാലത്ത് എന്താണ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സമയത്ത് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളും ആരാണത് കണ്ടുപിടിച്ചത് എന്നുള്ളതാണ്. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ കെയ്യി ആണ്. ജോൺ കെയ്യി ആണ് കണ്ടുപിടിച്ചത്. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത്. സ്പിന്നിങ് ജെനി എന്ന് പറഞ്ഞാൽ ആരാണ് കണ്ടുപിടിച്ചത്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. സ്പിന്നിങ് ജെനി ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ആഭ്യന്തരമാരാണ്? ജെയിംസ് വാട്ട് ആണ്. ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ച ആരാണ്? ജോർജ് സ്റ്റീവൻസൺ ആണ്. അപ്പൊ പേരുകൾ പഠിച്ചു വെക്കോ. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെയ്യി ആണ്. സ്പിന്നിങ് ജെനി വരുന്ന ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ആഭ്യന്തരം ജെയിംസ് വാട്ട് ആണ്. ലോക്കോമോട്ടീവ് ആരാണ്? ജോർജ് സ്റ്റീവൻസൺ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഇതെല്ലാം ഏത് കാലത്തുണ്ടായതാണ്? വ്യവസായ വിപ്ലവ കാലത്തെ കണ്ടുപിടുത്തങ്ങളാണ്. ഇനി അടുത്ത് നമ്മൾ എങ്ങോട്ട് പോവാണ്? ബയോളജി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പറയുന്ന ജീവശാസ്ത്രത്തോട് പോവാണ്. SCRT എന്തൊക്കെ പറയുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ വർഗ്ഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ, ഒരേ വർഗ്ഗത്തിൽപ്പെട്ട വ്യത്യസ്ത സ്വഭാവ സവിശേഷതയുള്ള ചെടികളാണെന്ന് പറയുന്നത്. ചെടികൾ എന്ത് ചെയ്യും? തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തിനങ്ങൾ ഉൽപ്പാദിക്കുന്ന രീതിയാണ് എന്ത്? വർഗ്ഗസങ്കരണം. ഒരേ വർഗ്ഗത്തിൽപ്പെട്ട വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള എന്താണ്? ചെടികൾ തമ്മിൽ കൃത്രിമമായിട്ട് എന്ത് ചെയ്യും? പരാഗണം നടത്തി പുതിയ വിത്തിനങ്ങൾ എന്ത് ചെയ്യും? ഉൽപ്പാദിക്കുന്ന രീതിയാണ് വർഗ്ഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ രണ്ടിനത്തിന്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങളുള്ളവയും ഉണ്ടാകാം. മിക്സ് ചെയ്ത് എന്ത് വേണോ ഉണ്ടാകാം, ഏത് ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടാവാം. ഇതിൽ എന്താണ് അനുഗുണമായ വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇതിൽ ആവശ്യം ഏതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, ഇത് PSC കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഈ വരുന്ന LGS-നും എന്താ ചോദിച്ച ചോദ്യമാണ്. സങ്കര ഇനം തെങ്ങിന്റെ പറ്റിയല്ല ചോദിച്ചത്. ഈ പറയുന്നത് എന്താണ്? ഹൈബ്രിഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സങ്കരയിനം തെങ്ങ് നമുക്ക് ആദ്യം നോക്കാം. ചില സങ്കരയിനം തെങ്ങുകളെ പരിചയപ്പെടാം. ചന്ദ്രലക്ഷ എന്ന് പറഞ്ഞ തെങ്ങാണ്. തെങ്ങിന്റെ ഇനമാണ് ഏത്? ചന്ദ്രലക്ഷ. അപ്പൊ ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും തമ്മിൽ ചേർന്നുണ്ടായതാണ് ഏതെന്ന് പറയുന്നത് ചന്ദ്രലക്ഷ. അതിന്റെ ഹൈബ്രിഡൈസേഷൻ വഴി ഉണ്ടായതാണ് ഇത് ചന്ദ്രലക്ഷ. വീണ്ടും ചന്ദ്ര വരുന്നുണ്ട്. അപ്പൊ ഇത് വരും
ചാവക്കാട് ഓറഞ്ച് വരും കേട്ടോ. കണ്ടോ, ഇവിടെ ചാവക്കാട് ഉണ്ട്, ഇവിടെ ചാവക്കാട് ഉണ്ട്. ഓക്കെ, അതുപോലെ എന്താണ് ശങ്കര വരുന്നുണ്ട്. അപ്പൊ എന്താണ് വെസ്റ്റ് കോസ്റ്റ് ടോൾ ആണ് എന്ന് പറയുന്നത് ശങ്കര. അപ്പൊ ചന്ദ്ര ശങ്കര എന്ന് പറഞ്ഞാൽ എന്താണ് ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും തമ്മിൽ ചേർന്നാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന സങ്കര ഇനം തെങ്ങുണ്ടായിരിക്കുന്നത്. ലക്ഷഗംഗ ലക്ഷാദ്യത്തിലുണ്ടായിരുന്നു, അതിന്റെ പേരെന്താണ് ലക്ഷദ്വീപ് ഓർഡിനറി അല്ലേ. അപ്പൊ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗ ബോധവും തമ്മിൽ ചേർന്നാണ് ഏതുണ്ടാകുന്നത് ഈ പറയുന്ന ലക്ഷഗംഗ ഉണ്ടാകുന്നത്. ഗംഗ ബോധവും തമ്മിൽ ചേർന്നാണ് ഏതുണ്ടായിരിക്കുന്നത് ലക്ഷഗംഗ. അപ്പൊ പഠിച്ചു വെക്കുക, 3 പേരാണ്. ചന്ദ്രലക്ഷ പഠിക്കുക, ചന്ദ്രശങ്കര പഠിക്കുക, ചന്ദ്രഗംഗ പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഈ പരീക്ഷ അടുത്ത് വരുന്ന പരീക്ഷയ്ക്ക് തന്നെ ചോദിക്കാം. ഓക്കെ, നെല്ല്, പച്ചക്കറി തുടങ്ങിയവയിലും ഈ രീതിയിൽ മികച്ച വിത്തിനങ്ങൾ ഉത്പാദിച്ചു നമുക്ക് നോക്കാം. ഇതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ഇത് ഏതിന്റെയാണെന്ന് ചോദിക്കാം. നെല്ലാണ് ഇത് പവിത്ര എന്ന് പറയുന്ന നെല്ലാണ്, ഹ്രസ്വ നെല്ലാണ്, അന്നപൂർണ്ണ നെല്ലാണ്. പഠിച്ചോ, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ എന്താണ് നെല്ലാണ്. ഓക്കെ, ഇനി ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല ഒഴിച്ച 3 സ്ത്രീ പേരാണ് അല്ലെ, പയറിന് 3 സ്ത്രീ പേരാണ്. മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, ലോല. അപ്പൊ എന്താണ് പയറാണ് ഈ പറയുന്ന 3, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഓക്കെ, ഇനി പച്ചമുളക്, ഉജ്ജ്വല. നമുക്കറിയാം തീ വരുന്നത് കൊണ്ട് തന്നെ മുളക് എരിയും അല്ലെ, ജ്വാലാമുഖി എരിയും. പിന്നെ ഒരു പാവപ്പെട്ട പേരാണ് അനുഗ്രഹ അല്ലെ. അപ്പൊ 3 പേര്. അപ്പം 3 പഠിച്ചു പോവാം. പച്ചമുളകാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. പയറെന്ന് വെച്ചാൽ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതികയാണ്. നെല്ല് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണയാണ്. ഓക്കെ, അടുത്ത് വെണ്ട, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. എന്താണ് വെണ്ട എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വെണ്ടയിൽ വരുന്നതാണ് കിരണും അർക്കയും അനാമികയും സൽകീർത്തിയും. എന്തൊക്കെയാണ്? വെണ്ട, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി ഏതിൽ വരുന്നതാണ്? വെണ്ടയിൽ വരുന്നതാണ്. വഴുതന ഏതൊക്കെയാണ്? സൂര്യ വഴുതനയാണ്, ശ്വേത വഴുതനയാണ്, ഹരിത വഴുതനയാണ്, നീലിമ വഴുതനയാണ്. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തക്കാളി ഏതൊക്കെയാണ്? മുക്തി, അനഘ, അക്ഷയ കേട്ടോ. മുക്തിയും അനഘയും അക്ഷയ ഏതാണ്? തക്കാളിയാണ്. വഴുതന ഏതൊക്കെയാണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമയാണ്. വെണ്ട ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തിയാണ്. പച്ചമുളക് ഏതൊക്കെയാണ്? ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹയാണ്. പയറ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക പയറാണ്. നെല്ല് ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർവ എന്താണ്? നെല്ലാണ്. ഓക്കെ അല്ലേ? ശരി, നമ്മുടെ നാട്ടിലെ ചില കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ നോക്കാം. PSC ചോദിക്കാറുണ്ട്. കേരള കാർഷിക സർവകലാശാല, KAU എവിടെയാണ്? KAU കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂരാണ്. മണ്ണുത്തി തൃശ്ശൂരാണ്. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരമാണ്. അത് പഠിച്ചു വെക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ച് അല്ലെ, സ്പൈസ് റിസർച്ച് എവിടെയാണ്? IISR എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോടാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ തന്നെയായിരിക്കും? കോട്ടയത്താണ് റബ്ബർ ഉള്ളത് അല്ലെ, കോട്ടയം തന്നെയാണ്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് ദർപ്പണം. എന്താണ്? കോൺവെക്സ് ദർപ്പണമാണ്. ഫിസിക്സിലെ ടോപ്പിക്കാണ്. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ എന്ത് വേണം? ദർപ്പണം വേണം. അത് ഏതാണ്? കോൺവെക്സ് ആണ്. ചോദിക്കാം ഏതാണ്? കോൺവെക്സ് ആണ്. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു, കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. വസ്തുക്കൾ എന്താണ്? ചെറിയ പ്രതിബിംബമാണ് കിട്ടുന്നത്. അതുപോലെ എന്താണ്? കൂടുതൽ വിസ്തൃതി ദൃശ്യമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ കോൺകേവ് ദർപ്പണം എന്ന് പറയുമ്പോൾ എന്താണ്? ഷേവിംഗ് മിറർ, ടോർച്ചറി റിഫ്ലക്ടർ ഒക്കെ ഇതിൽ വരുന്നതാണ്? കോൺകേവ് ദർപ്പണത്തിൽ വരുന്നതാണ്. വലിയ പ്രതിബിംബം എന്ത് ചെയ്യാൻ പറ്റുന്നു? ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. പ്രകാശത്തെ സമാന്തരമായി പ്രതിഫലിപ്പിക്കാൻ കഴിവാർക്കുണ്ട്? കോൺവെക്സ് ദർപ്പണത്തിന് ഉണ്ട്. സമതല ദർപ്പണം ആകുമ്പോൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്നു. കലഡോസ്കോപ്പ് ഉണ്ടല്ലോ, നമ്മൾ കണ്ണിലേക്ക് വെച്ച് കറക്കി നോക്കുന്ന കലഡോസ്കോപ്പ് നിർമ്മിക്കാനും ഏത് ഉപയോഗിക്കുന്നു? സമതല ദർപ്പണം ഉപയോഗിക്കുന്നു. വസ്തുവിന് സമാനമായ പ്രതിബിംബം, വസ്തുവിന്റെ സൈസ് ഏതാണോ അതിന് സെയിമായ പ്രതിബിംബമാണ് കിട്ടുന്നത്. ആവർത്തന പ്രതിപതനം കിട്ടും. എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ആയിട്ട് റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. റിഫ്ലക്ഷൻ വഴിയുള്ളതിൽ എന്താണ്? ആവർത്തനമായിട്ട് എന്തുണ്ടാവും? പ്രതിപതനം ഉണ്ടാകും. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ പറയുമ്പോൾ കോൺവെക്സ് എന്ന് പറയുന്നത് എന്താണ്? വാഹനം ഓടിക്കുമ്പോൾ റിയർ വ്യൂ മിറർ ഉപയോഗിക്കുന്നതാണ്. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ കോൺകേവ് ആകുമ്പോൾ എന്തോ ഷേവിംഗ് മിററും ടോർച്ചിലെ റിഫ്ലക്റ്റിലും വരുന്നതാണ്. വലിയ പ്രതിബിംബം എന്താവുന്നുണ്ട്? ഉണ്ടാക്കുന്നുണ്ട്. പ്രകാശത്തെ സമാന്തരമായി പ്രതിഫലിപ്പിക്കാനുള്ള കഴിവുണ്ട്. സമതല ദർപ്പണം എന്താണ്? മുഖം നോക്കാനും കലഡോസ്കോപ്പിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വസ്തുവിന് സമാനമായ പ്രതിബിംബം എവിടെയാണ് വരുന്നത്? സമതല ദർപ്പണത്തിലാണ് വരുന്നത്. ഒന്ന് ഓർത്തിരിക്കുക. ഇനി ആസിഡ് നോക്കാം. നാരങ്ങ നീര്, മോര്, പുളി, വിനാഗിരി തുടങ്ങിയവയിൽ ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചുവപ്പായിരിക്കും. എല്ലാ ആസിഡുകളും പുളിരുചിയുള്ളവയാണ്. ഒരു ടോപ്പിക്കിൽ പഠിച്ചു കേട്ടോ. എല്ലാ ആസിഡും എന്താണ്? പുളിരുചിയുള്ളവയാണ്. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളിൽ ശക്തി കുറവായിരിക്കും. ഭക്ഷ്യവസ്തുക്കളിൽ എന്താണ് അടങ്ങിയിരിക്കുന്ന ആസിഡ് ശക്തി കുറവാണ്. അല്ലെങ്കിൽ നമ്മുടെ എന്താണ്? വയറൊക്കെ കത്താം അല്ലെ. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ ലബോറട്ടറികൾ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡാണ്. ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, നാരങ്ങ നീര്, മോര്, പുളി, വിനാഗിരിക്ക് എന്തൊരു ഉദാഹരണമാണ്? അതിലേക്ക് എന്തുണ്ടാക്കിയിട്ടുണ്ട്? ചില ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇനി ഭക്ഷ്യവസ്തുക്കൾ. മോരിൽ ഏത് ആസിഡാണ്? ലാക്റ്റിക് ആസിഡാണ്. എന്താണ്? മോരിൽ ലാക്റ്റിക് ആസിഡാണ്. വിനാഗിരിയിൽ ഏതാണ്? അസെറ്റിക് ആസിഡാണ്. പുളിയിൽ ഏതാണ്? ടാർട്ടാറിക് ആസിഡാണ്. നാരങ്ങയിൽ സിട്രിക് ആസിഡാണ്. ആപ്പിളിൽ ഏതാണ്? മാലിക് ആസിഡാണ്. ഒന്നുകൂടെ പറഞ്ഞു പോവാം. മോര് ലാക്റ്റിക് ആസിഡാണ്. വിനാഗിരി അസെറ്റിക് ആസിഡാണ്. പുളി ടാർട്ടാറിക് ആസിഡാണ്. നാരങ്ങ സിട്രിക് ആസിഡാണ്. ആപ്പിൾ ഏതാണ്? മാലിക് ആസിഡാണ്. ഇതൊന്നും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക.
ശരി, ഇനി ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആളാണ് അല്ലേ. ചില ലോഹങ്ങൾ എന്താണ് ആസിഡുകളുമായി പ്രവർത്തിച്ച് കത്തുന്ന ഒരു വാതകം ഉൽപ്പാദിപ്പിക്കുന്നതായി 16-ാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയിരുന്നു. ഈ വാതകം ആദ്യമായി തിരിച്ചറിഞ്ഞതാണ് ആര്? ഹെൻറി കാവൻഡിഷ് ആണ്. ഈ വാതകത്തിന് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയർ ആണ് കേട്ടോ. അതിന് ഹൈഡ്രജൻ എന്ന പേര് കൊടുത്ത ആരാണ്? ലാവോസിയർ ആണ്. അതൊന്ന് പഠിച്ചു വെക്കാം, തെറ്റിപ്പോവാം. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണ്? ലാവോസിയർ ആണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം. കാർബണേറ്റ്, മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാണ്? മുട്ടത്തോടിലും ചോക്കിലും മാർബിൾ എന്തടങ്ങിയിരിക്കുന്നു? കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ്. എന്താണ് കാർബൺ ഡയോക്സൈഡ്? എന്താണ്? തീ കെടുത്തുന്ന വാതകമാണ്. പഠിച്ചു വെച്ചോ. എക്സ്റ്റിങ്ക്വിഷറിൽ ഉപയോഗിക്കുന്ന എന്തായിരിക്കും? കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും അല്ലെ. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിച്ചുണ്ടാകുന്നു കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. കാർബൺ ഡയോക്സൈഡ് എന്താണ്? തീ കെടുത്തുന്ന വാതകമാണ്. ആൽക്കലി, ചുവപ്പ് ലിറ്റ്മസിനെ എന്താണ്? നീലിയാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലെയുള്ള പദാർത്ഥങ്ങളാണ് എന്ന് പറയുന്നത് ആൽക്കലി എന്ന് പറയുന്നത്. ഇവ കാരരുചിയുള്ളവയാണ്. ഇപ്പൊ ഇത് പഠിച്ചു വെച്ചാൽ എന്താണ്? ആസിഡ് വേറെ നമ്മൾ പഠിച്ചാണ് എന്താണ്? ഈ പറഞ്ഞ പുളിരുചിയാണെങ്കിൽ കാരരുചിയുള്ളതാർക്കാണ്? ആൽക്കലിക്കാണ്. അതുപോലെ വഴുവഴുപ്പുള്ളവയുമാണ്, സ്ലിമ്മിയുമാണ് എന്ന് പറയുന്നത് ആൽക്കലി എന്ന് പറയുന്നത്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ചുണ്ണാമ്പ് വെള്ളമാണ്. പഠിച്ചു വെക്കുക. സോഡിയം ഹൈഡ്രോക്സൈഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റിക് സോഡയാണ്. അതുപോലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നതാണ് കാസ്റ്റിക് പൊട്ടാഷ് ആണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് ലൈൻ എന്ന് പറയുന്നതാണ് ലിക്കർ അമോണിയ ജലത്തിൽ ലയിപ്പിച്ചാണ്. അപ്പോൾ ഈ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇതിൽ ചുണ്ണാമ്പ് വെള്ളം ചിലപ്പോൾ ചോദിക്കുക എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാസ്റ്റിംഗ് സോഡ വെച്ചാൽ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ലൈനെയാണ് ഉദ്ദേശിക്കുന്നത്. കാസ്റ്റിംഗ് പൊട്ടാഷ് എന്താണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ലൈനെയാണ് ഉദ്ദേശിക്കുന്നത്. പേരുകൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാം. ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ, നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് എന്തെന്ന് പറയുന്നത്? സൂചകങ്ങൾ എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചു എന്താണ്? നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ആൽക്കലിയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ എന്ത് വിളിക്കാം? സൂചകങ്ങൾ. മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീട്രൂട്ട് തുടങ്ങിയ ധാരാളം സസ്യഭാഗങ്ങൾ എന്താണ്? സൂചകങ്ങളായി ഉപയോഗിക്കുന്നവയാണ്. ലിറ്റ്മസ് പേപ്പർ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ്. ലിറ്റ്മസ് പേപ്പർ എന്താണ്? അപ്പം ഒരു സൂചകമാണ്. നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ആൽക്കലിയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ എന്ത് വിളിക്കാം? സൂചകങ്ങൾ എന്ന് വിളിക്കാം. അതാണ് ചെമ്പരത്തിയും മഞ്ഞളും ബീട്രൂട്ടൊക്കെ കേട്ടോ. ജസ്റ്റ് പറഞ്ഞു പോകാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ മുക്കിയാൽ ചുവപ്പായിട്ട് മാറും, ആൽക്കലിയിൽ മുക്കിയാൽ നീല തന്നെയാവും. ഓക്കെ. മുളക് പൊടി ആസിഡിലെ നിറം എന്താണ്? ഇളം ചുവപ്പായിരിക്കും. ആൽക്കലിയിൽ എന്ത് തന്നെയാണ്? ഇളം ചുവപ്പ് തന്നെയാണ്. ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ എവിടെയാണ്? ആസിഡിൽ ചുവപ്പും ആൽക്കലിയിൽ എന്തായിരിക്കും? നീലയായിട്ട് മാറും. നീ സാധനം മുകളിൽ തിരിഞ്ഞും ഇവിടെ തിരിഞ്ഞും വന്നിരിക്കുന്നതാണ്. ഓക്കെ. ചെമ്പരത്തി പേപ്പർ അല്ലെങ്കിൽ ചെമ്പരത്തി പേപ്പർ ഏതാണ്? നീലയാണെങ്കിൽ അത് ചുവപ്പായിട്ട് ആസിഡിൽ മാറും. ആൽക്കലിയിൽ എന്തായിട്ട് തന്നെ മാറും? നീലയായിട്ട് തന്നെ മാറും. ഫിനോഫ്തലിൻ എന്തായിട്ട് മാറും? നിറമില്ല. ആസിഡിൽ നിറമില്ല. ആൽക്കലിയിൽ എന്തായിട്ട് മാറും? പിങ്ക് ആയിട്ട് മാറും. അത് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിങ്ക് ആയിട്ട് മാറും. വെള്ള പേപ്പർ എന്താണ്? വെള്ളയും തന്നെയാണ്. അപ്പോൾ കരിപ്പൊടി എന്ന് പറയുന്നത് എന്തായിരിക്കും? കറുപ്പ് തന്നെയാണ്. വെള്ളയും കറുപ്പും അതുപോലെ തന്നെ വരുന്നത്. മീഥൈൽ ഓറഞ്ച് എന്താണ്? ആസിഡിൽ ഇളം പിങ്ക് ആയിട്ട് മാറും. ആൽക്കലിയിൽ എന്തായിട്ട് മാറും? ഇളം മഞ്ഞയായിട്ട് മാറും. തുള്ളി നീലം ലിക്വിഡ് ബ്ലൂ എന്നിട്ട് മാറും. ആസിഡിൽ നീലയും ആൽക്കലിയിലും നീലയായിട്ട് മാറും. അപ്പോൾ തുള്ളി നീലം പഠിച്ചത് നീല തന്നെയാണ്. മഞ്ഞൾ എന്തെയാണ്? ആസിഡിൽ മഞ്ഞയും ആൽക്കലിയിൽ എന്താണ്? ചുവപ്പാണ്. ഇത് പഠിക്കുക കേട്ടോ. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് എന്താ ഒരുപാട് ടോപ്പിക്കൽ കവർ ചെയ്യേണ്ടതായിട്ടുള്ളതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് മൊത്തം നമുക്ക് എല്ലാ വിഷയങ്ങളും കവർ ചെയ്യേണ്ടതായിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ ഇത് പഠിക്കുക. മഞ്ഞൾ എന്താണ്? ആസിഡിൽ മഞ്ഞയും ആൽക്കലിയിൽ ചുവപ്പുമാണ്. ഫിനോഫ്തലിൻ എന്താണ്? ആസിഡിൽ നിറമില്ല. ആൽക്കലിയിൽ എന്താണ്? പിങ്ക് ആണ്. പിന്നെ ഇത് പഠിക്കുക. നീല ലിറ്റ്മസ് പേപ്പർ എന്താണ്? ആസിഡിൽ മിക്ക ചുവപ്പും ആൽക്കലിയിൽ നീലയും. അതുപോലെ തന്നെ ഇവിടെ തിരിച്ചു വരുമ്പം ചുവപ്പാണെങ്കിൽ എന്താണ്? ചുവപ്പും ആൽക്കലിയിൽ എന്തായിട്ട് മാറും? അത് നീലയായിട്ട് മാറും. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. മീഥൈൽ ഓറഞ്ചിന് ഇളം പിങ്ക് നിറം ആസിഡിലും ഇളം മഞ്ഞ നിറം ആൽക്കലിയിലാണ്. ഇതൊക്കെയാണ് വ്യത്യസ്തമായിട്ട് വരുന്നത്. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാവുന്നൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ. ശരി. നിർവീരീകരണം എന്ന് നോക്കാം. ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടമാകുകയും ലവണവും ജലവും ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനം എന്ത് വിളിക്കുന്നു? നിർവീരീകരണം. ആസിഡ് പ്ലസ് ആൽക്കലി എന്ത് കിട്ടും? ലവണം പ്ലസ് സോൾട്ട് പ്ലസ് എന്താണ്? ജലമാണ് കിട്ടുന്നത് കേട്ടോ. ആസിഡും ആൽക്കലിയും തമ്മിൽ ഒരു അളവിൽ എന്ത് ചെയ്താൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകും? ലവണം, സോൾട്ടും പ്ലസ് ജലം നമുക്ക് കിട്ടും. ഓക്കെ. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടിച്ചേരുമ്പോൾ എന്താണ്? സോഡിയം ക്ലോറൈഡും അതുപോലെ തന്നെ എന്താണ്? ഉപ്പാണ് കിട്ടുന്നത്. ഉപ്പും കിട്ടും, അതുപോലെ ജലവും കിട്ടും. അതൊരു ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ. ഇത് നമുക്ക് ഒരു ആസിഡ് നോക്കാം. വിനാഗിരി അച്ചാറുകളിലും മറ്റ് ഭക്ഷ്യവസ്തുക്കളിലും എന്തുണ്ടായിരിക്കും? വിനാഗിരി യൂസ് ചെയ്യാറുണ്ട്. സിട്രിക് ആസിഡ് എവിടെ യൂസ് ചെയ്യുന്നു? ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് എവിടെയാണെങ്കിലും പാനീയങ്ങൾ ഉപയോഗിക്കുന്ന ഏതാണ്? സിട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു? രാസവളമായിട്ടും പെയിന്റ് ആയിട്ടും ഡൈ തുടങ്ങിയ നിർമ്മാണത്തിൽ നിന്ന് നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നു. സൾഫ്യൂരിക് ആസിഡ് മാത്രമാണ് ഇവിടെ മോട്ടോർ വാഹന ബാറ്ററിയിൽ എന്താണ് ഉപയോഗിക്കുന്നത്? അങ്ങനെ ചോദ്യം വരാം. എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. ടാനിക് ആസിഡ് എവിടെയാണ്? മഷി, തുകൽ എന്നിവിടെ എന്ത് ഉപയോഗിക്കുന്നു? ടാനിക് ആസിഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ആസിഡ് എന്ത് ചെയ്യുക? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യുക? കൂടെ തന്നെ പഠിച്ചു പോകുക. വിനാഗിരി എന്ന് പറഞ്ഞ അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും
സിട്രിക് ആസിഡ് എന്താണ് ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നു, പാനീയങ്ങൾ ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് മാത്രം ചോദിച്ചാൽ ഇവിടെയാണ് മോട്ടോർ വാഹനങ്ങളുടെ ബാക്ടറിയാണ്. ടാനിക് ആസിഡ് ഇവിടെയാണ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണം. ഓക്കെ. ചന്ദനം എന്ന് പറയുന്നത് എന്താണ് വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളുടെ വേരിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്താണ് ജീവിക്കുന്നത്. എന്താണ് ആരംഭഘട്ടത്തിൽ എന്താണ് മറ്റു ചെടികളുടെ വേരിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കുന്നുണ്ട്, അത് ഓർത്തിരിക്കുക. അപ്പോൾ മോണോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് ആഹാരം കണ്ടെത്തുന്നത്. അപ്പോൾ ചോദിക്കാതെ അത് ഈ തരമാണ് മോണോട്രോപ്പയാണ് കേട്ടോ. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് എന്താണ് ആഹാരം കണ്ടെത്തുന്നത് എന്ന് വിളിക്കുന്നു, മോണോട്രോപ്പാന്ന് വിളിക്കുന്നു. ഇനി ഇത്തിൽ ചെടി എന്താണ്, ഡൊറാന്തസ് എന്താണ്, ജലത്തിനും ലവണത്തിനും വേണ്ടി അതെന്ത് ചെയ്യാൻ സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നത്. എന്തിനാണ് ജലത്തിനും ലവണത്തിനും വേണ്ടി, ഏതൊക്കെയാണ് ജലവും വേണം ലവണവും വേണം അല്ലേ, അതിനുവേണ്ടി ആരെ ആശ്രയിക്കുന്നു, നമ്മുടെ ആശ്രയിക്കുന്ന സസ്യത്തെ എന്ത് ചെയ്യുന്നു, അത് ആശ്രയിക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ മൂടില്ലാത്ത തളി എന്താണ് ആഹാരത്തിന് വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ എന്ത് ചെയ്യുന്നു, ആശ്രയിക്കുന്നു. ആഹാരം ഇതിവിടെ ആഹാരത്തിന് വേണ്ടിയല്ല, ജലത്തിനും ലവണത്തിനും വേണ്ടിയാണ് ഇത്തിൽ ചെടി എന്ത് ചെയ്യുന്നത്, ആ സസ്യത്തെ ആശ്രയിക്കുന്നതെങ്കിൽ മൂടില്ലാത്ത തളി എങ്ങനെയാണ് ആഹാരത്തിന് വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ എന്ത് ചെയ്യുന്നു, ആശ്രയിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക കേട്ടോ. ശരി, സസ്യലോകത്തെ ഇരപിടിയന്മാരോട് നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം, ഇവരൊക്കെ അറിയില്ല, വീനസ് ഫ്ലൈ ട്രാപ്പും സൺഡ്യൂ ചെടിയും അതുപോലെ പിച്ചർ ചെടിയൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇവരെന്താണ് സ്വയം ആഹാരം നിർമ്മിക്കുന്നതിന് ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചാണെന്ന് അറിയാമല്ലോ. നോക്കാം നമുക്ക്. ഇരപിടിയൻ സസ്യങ്ങൾ ഓക്കെ എന്നാണ് ഇവ അറിയപ്പെടുന്നത് നമുക്കറിയാം. പ്രാണികളെ പിടിക്കുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. ഈ സസ്യങ്ങളിലും പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. ആഹാരം ആര് നിർമ്മിക്കുന്നുണ്ട്, ഈ പറയുന്ന സസ്യലോകത്തെ ഇരപിടിയന്മാർ നടത്തുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണ്, ഇവർക്ക് എന്ത് കിട്ടത്തില്ല, ഹൈഡ്രജൻ കിട്ടണമെന്നില്ല, നൈട്രജൻ കിട്ടണമെന്നില്ല. അതായത് കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയവ സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമാണെന്ന് നമുക്കറിയാം. എന്നാൽ മണ്ണിലെ ബാക്ടീരിയകൾ അസറ്റോബാക്ടർ അല്ലെങ്കിൽ നൈട്രോബാക്ടർ അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നത്. ചിലതരം മണ്ണിൽ എന്താണ് ആസിഡിന്റെ അംശം കൂടുന്നത് കൊണ്ട് മറ്റും ഈ ബാക്ടീരിയ എന്താവും ഇല്ലാതെ വരാം. ഇത്തരം മണ്ണിൽ വളർന്നു വരുന്ന ചെടികൾക്ക് നൈട്രജൻ ലഭിക്കില്ല. ഈ സ്ഥിതി മറികടക്കുന്ന എന്ത് ചെയ്യും, ചില ചെടികൾ പ്രാണികളെ പിടിക്കുന്ന കഴിവ് ആർജിച്ചെടുക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഇരപിടിയന്മാർ അല്ലെ. ഇവരെന്ത് നടത്തുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്, പ്രകാശ സംശ്ലേഷണം നടത്തുന്നുണ്ട്. പക്ഷെ എന്തില്ല, ഇവർക്ക് നൈട്രേറ്റ് കിട്ടാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവർ ചെടികളെ ഡയറക്റ്റായിട്ട് ആഹാരമാക്കുകയും അതിൽ നിന്ന് എന്തെടുക്കുന്നു, നൈട്രജനൊക്കെ എടുക്കുന്നു. പ്രാണികളെ ശരീരം വിഘടിച്ച് ഇവ ആവശ്യമായ നൈട്രജൻ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. ഐത്തത്തിനെതിരെ ഇനി നമുക്ക് എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. നമ്മുടെ കേരള നവോത്ഥാനം എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അത് പാഠപുസ്തകത്തിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് കവർ ചെയ്ത് പോവാം. ഐത്തത്തിനെതിരെ കിണറുകൾ എന്ന് പറഞ്ഞ തലക്കെട്ടി കൊടുത്തിട്ടുണ്ട്. ആരാണ്, വൈകുണ്ഠസ്വാമി. ആരാണ്, വൈകുണ്ഠസ്വാമിയാണ്. നോക്കാം. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കൾ ഒരാളായിരുന്നു ആ ഒരു വൈകുണ്ഠസ്വാമികൾ. കന്യാകുമാരിയിലെ ശാസ്താംകോവിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. ചോദിക്കാം, ഈ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ ചട്ടമ്പിസ്വാമിയുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കന്യാകുമാരിയിലെ ശാസ്താംകോവിലാണ് ആര് ജനിച്ചത്, വൈകുണ്ഠസ്വാമി ജനിച്ചത്. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെടുന്നവർക്ക് അവകാശമില്ലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് ഐത്തം എന്ന ദുരാചാരത്തെ എതിർത്ത ആരാണ്, വൈകുണ്ഠസ്വാമിയാണ്. അപ്പൊ ആ ചോദ്യം ഇങ്ങനെ തന്നെ വരാം, കിണറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് വരാം, ആരാണ്, വൈകുണ്ഠസ്വാമിയാണ്. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം. അപ്പൊ അടുത്ത ചോദ്യം എന്താ വരുന്നു, എന്താണ് സമപന്തി ഭോജനം ആരുടെയാണ്, വൈകുണ്ഠസ്വാമിയുടെയാണ്. മേൽമുണ്ട് ധരിക്കൽ നിരോധത്തിനെതിരെ എന്ത് ചെയ്തു, ശബ്ദമുയർത്തിയിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന നിരോധത്തിനെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്, ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം സ്ഥാപിച്ചു. അപ്പൊ അടുത്ത ചോദ്യം വന്നു, ആരാണ്, സമത്വ സമാജം. 3 ചോദ്യങ്ങൾ പറഞ്ഞുപോയി. സമത്വ സമാജം പഠിക്കണം, സമപന്തി ഭോജനം പഠിക്കണം, മേൽമുണ്ട് പഠിക്കണം. ഓക്കെ, മേൽമുണ്ട് ധരിക്കൽ നിരോധിക്കലിനെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്, ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഐത്തം എന്ന ദുരാചാരത്തിനെതിരെ ആര് പ്രവർത്തിച്ചിട്ടുണ്ട്, വൈകുണ്ഠസ്വാമി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ എന്തും പറഞ്ഞു, സവർണ ജാതിക്ക് അവർക്ക് മാത്രമേ എന്തുണ്ട് കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കാൻ അധികാരം ഉണ്ടായിരുന്നു. അതിനെതിരെ എന്താണ് കിണറുകൾ നിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ചെയ്യുകയും അതും ആരുടെ തന്നെയാണ്, നമ്മുടെ വൈകുണ്ഠസ്വാമിയുടെ തന്നെയാണ്. അപ്പം ഐത്തത്തിനെതിരെ ഒരു കിണർ, ഓക്കെ, പേര് പഠിച്ചു വെച്ചു, ആരാണ്, നമ്മുടെ വൈകുണ്ഠസ്വാമിയുടെയാണ്. ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാം. ഓക്കെ. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴും എത്തും വിധം എന്താണ് മുണ്ടെടുക്കാനും മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് സ്വാമിയുടെ എന്തുണ്ടായിരുന്നു, പ്രവർത്തനങ്ങൾ പ്രയോജനമായി. അപ്പൊ പഠിക്കുക, ചാന്നാർ ലഹളയ്ക്ക് ആരുടെ എന്താണ് പ്രവൃത്തി, നമ്മുടെ വൈകുണ്ഠസ്വാമിയുടെ പ്രവൃത്തി എന്തായി, ഒരു പ്രചോദനമായി. അതുപോലെ വേല ചെയ്താൽ കൂലി കിട്ടണം, ആരുടെ മുദ്രാവാക്യമാണ്, വൈകുണ്ഠസ്വാമിയുടെയാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് എങ്ങനെ അറിയിച്ചു, വെൺ നീച ഭരണം എന്ന പ്രയോഗത്തിലൂടെ അറിയിച്ചു. വെൺ നീച ഭരണം,
ഓക്കെ, വെൺ നീചഭരണം പഠിച്ചു വെക്കുക. എന്താണ് വെൺ നീചഭരണം? ഓക്കെ, അത്രയും ഒന്ന് പഠിച്ചു വെക്കുക. ഇതൊക്കെ ആരുടെയാണ്? വൈകുണ്ഠസ്വാമിയുടെയാണ്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ചോദിക്കാം. രണ്ടാമത്തെ ആളാണ് ആരെന്ന് പറയുന്നത്? ചട്ടമ്പി സ്വാമി. എന്താണ്? വിദ്യയും വിത്തവും എന്ന് പറയുന്ന ഹെഡിങ്ങിൽ വരുന്നതാണ് ആരെന്ന് പറയുന്നത്? ചട്ടമ്പി സ്വാമികൾ. ജാതി മതവർഗ വിവേചനത്തിനെതിരായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. ഇതിപ്പോഴത്തെ എക്സാമിന് ചോദിച്ചാണോ? തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. എവിടെയാണ്? തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് ആര് ജനിച്ചത്? നമ്മുടെ ചട്ടമ്പി സ്വാമി ജനിച്ചത്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ എന്ത് ചെയ്തു? വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സ്വാമികൾ എന്താണ്? അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. ഓക്കെ, മിശ്രഭോജനം പഠിക്കുക. മിശ്രഭോജനം നടത്തിയതാരാണ്? നമ്മുടെ ചട്ടമ്പി സ്വാമിയാണ്. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സ്വാമികൾ എന്ത് ചെയ്തു? അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി എന്ത് ചെയ്തു? പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പി സ്വാമികൾ എന്ത് ചെയ്തു? എതിർത്തിരുന്നു. അപ്പൊ ബ്രാഹ്മണ മേധാവിത്വത്തെ ആര് എതിർത്തിരുന്നു? ചട്ടമ്പി സ്വാമി എതിർത്തിരുന്നു. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങൾക്കും അദ്ദേഹം എന്താണ്? യോജിച്ചു നിന്നു. അതുപോലെ തന്നെ ഉപനിഷത്തുകളും വേദങ്ങളും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. അപ്പൊ അടുത്ത് പഠിക്കുന്ന ഹെഡിങ് ഇതാണ്: വേദാധികാര നിരൂപണവും പ്രാചീന മലയാളം എന്നിവ ആരുടെയാണ്? ചട്ടമ്പി. അപ്പൊ ഇതിൽ പഠിക്കാനുള്ള അടുത്ത ടോപ്പിക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? വേദാധികാര നിരൂപണവും പ്രാചീന മലയാളം ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച ആളാണ് ആര്? ചട്ടമ്പി സ്വാമി. ജാതി മത ചിന്തകൾക്ക് അതീതമായി അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ, ജാതി മത ഭേദമൊന്നും അങ്ങനെ ഒന്നും ആർക്കുണ്ടായിരുന്നില്ല, നമ്മുടെ ചട്ടമ്പി സ്വാമിക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ചിന്തകൾ എങ്ങനെയായിരുന്നു? ജാതി മത ചിന്തകൾക്ക് അതീതമായിരുന്നു. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹത്തിന്റെ സമാധി. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് എന്തെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സമാധി. ഓക്കെ, പഠിച്ചു വെക്കുക. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, വിദ്യയും വിത്തവും, അതുപോലെ തന്നെ പന്മന പഠിച്ചു വെക്കുക. ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേര് അയ്യപ്പനാണ്. പഠിച്ചു വെക്കുക. ഗുരുകുല വിദ്യാഭ്യാസ കാലത്തെ ക്ലാസ് നിയന്ത്രിക്കുന്നതിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ആരെ ഏൽപ്പിച്ചു? ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്നർത്ഥത്തിലാണ് എന്ത്? ചട്ടമ്പി എന്ന പേര് വന്നത്. അങ്ങനെയാണ് അയ്യപ്പൻ പിൻകാലത്ത് ചട്ടമ്പി സ്വാമി എന്നറിയപ്പെട്ടത്. ഓക്കെ, രണ്ടുപേരെ പഠിച്ചു. വൈകുണ്ഠസ്വാമി പഠിച്ചു, ചട്ടമ്പി സ്വാമി പഠിച്ചു കേട്ടോ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, അറിയാം, നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം എന്താണ്? വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ഇതൊക്കെ പറഞ്ഞ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇതിൽ ഏത് ചോദിച്ചാലും ആൻസർ ഇതാണ്, ശ്രീനാരായണ ഗുരുവാണ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. ഇതിൽ ഏത് ചോദിച്ചാൽ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് ആൻസർ വരുന്നത്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ മുഖ്യ കാഴ്ചപ്പാടുകളാണ് മേൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സർവ്വമത സാഹോദര്യത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ആലുവയിൽ അദ്ദേഹം എന്താണ് വിളിച്ചു ചേർത്തത്? അതാണ് സർവ്വമത സമ്മേളനം. അപ്പോൾ സർവ്വമത സമ്മേളനം എവിടെയാണ്? ആലുവയിലാണ്. ഒന്ന് പഠിച്ചത് എവിടെയാണ്? ആലുവയിലാണ്. എവിടെയാണ് സർവ്വമത സമ്മേളനം? ആലുവയിലാണ്. ഓക്കെ, ഗുരു സർവ്വമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നത് എന്താണ്? വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. അപ്പൊ അത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവിന്റെയാണ്. എവിടെ കുത്തിവെച്ചിരിക്കുന്നതാണ്? നമ്മുടെ ആലുവയിലെ സർവ്വമത സമ്മേളനത്തിന്റെ കവാടത്തിലാണ് ഇങ്ങനെ കുത്തിയിരിക്കുന്നത്. എന്താണ് കുത്തിവെച്ചിരിക്കുന്നത്? വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. എന്താണ്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. അത് പഠിച്ചു വെച്ചതാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. അത് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, നമുക്ക് ഇതിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഇതിൽ പെയിനായിട്ട് വരുന്നത് എന്താണ്? വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അതുപോലെ തന്നെ എന്താണ്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. ഇത് രണ്ടും ഓർത്തിരുന്നാൽ മതി. അക്കാലത്ത് നിലനിന്നിരുന്ന പുളിക്കുടിയും, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾ ആരെതിർത്തിരുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ എന്താണ് അദ്ദേഹം ജനങ്ങളെ എന്ത് ചെയ്തു? ബോധവൽക്കരിച്ചിരുന്നു. അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് കാര്യത്തിൽ വരുന്നത് എന്താണ്? 1903 സ്ഥാപിക്കപ്പെട്ടതാണ് ഇത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അല്ലെങ്കിൽ SNDP. അത് പഠിച്ചു വയ്ക്കുക. 1903 അത് ഇത്രയും പഠിച്ചു. ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. അത് പഠിച്ചു വയ്ക്കുക. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ഗുരുദേവൻ ജനിച്ചത്. ആത്മോപദേശ ശതകം പഠിക്കുക. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാം. സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഗുരുവിന്റെ സംഭാവനകൾ രവീന്ദ്രനാഥ് ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് പാത്രമായി. അപ്പൊ അത്രയും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി വിദ്യാലയം അല്ലെങ്കിൽ പ്രധാന ദേവാലയം. ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥ അടിത്തറ ഇളക്കുന്നതിനായിരുന്നു. അരുവിപ്പുറത്തെ, അപ്പൊ എവിടേക്കാണെന്ന് പഠിച്ചു വെച്ചാൽ അരുവിപ്പുറത്ത് ഏതാണ്? ശിവലിംഗ പ്രതിഷ്ഠ. കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. പഠിച്ചു വെച്ച ചോദ്യങ്ങൾ വരാം. ഇതാണ് ശിവലിംഗ പ്രതിഷ്ഠ. എവിടെയാണ് നടത്തിയത്? അരുവിപ്പുറത്താണ്. കാരമുക്കിൽ എന്താണ് നടത്തിയത്? ദീപപ്രതിഷ്ഠയാണ്. ശിവഗിരിയിൽ എന്താണ് നടത്തിയത്? ശാരദാ പ്രതിഷ്ഠ. ഇത് മൂന്നും പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പഠിച്ചു വെക്കുക കേട്ടോ. ആലപ്പുഴ ജില്ലയിലെ കളവൻകോടിനടുത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ. ഓക്കെ, അവസാന പ്രതിഷ്ഠ എവിടെയാണ്? കളവൻകോട് ആയിരുന്നു. കളവൻകോടാണ്, അത് ഓർത്തിരിക്കുക.
അതുപോലെ തന്നെ ഓം എന്ന് എഴുതിയ കണ്ണാടിയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. എന്താണ് ഓം എന്നെഴുതിയ കണ്ണാടിയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. ക്ഷേത്രങ്ങളുടേതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു, ഇനി ക്ഷേത്ര നിർമ്മാണമില്ല. ഗുരുവിന്റെ വാക്കുകളാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ്. എന്താണ് ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, എന്താണ് വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് എന്ന് പറഞ്ഞത് ആരാണ്? ചോദ്യം വരാം, ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ. അതുപോലെ തന്നെ പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ദേവാലയം എന്ത് തന്നെയാണ്? വിദ്യാലയം തന്നെയാണ്. ഇത് പറഞ്ഞത് ആരാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. ഓർത്തിരിക്കുക. ഓക്കെ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ അയ്യങ്കാളിയാണ്. ഓക്കെ. ആരാണ്? അയ്യങ്കാളിയാണ്. ഈ വാക്കുകൾ ആരുടെയാണ്? അയ്യങ്കാളിയുടെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ആര് ജനിച്ചത്? അയ്യങ്കാളി ജനിച്ചത്. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി എന്താണ് അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ഇത്? സാധു ജനപരിപാലന സംഘം. SNDP പോലെയുള്ള ഒരു സംഘടനയാണ് ഇതെന്ന് പറയുന്നത് സാധു ജനപരിപാലന സംഘം. ഓക്കെ. വില്ലുവണ്ടി ചരിത്രം. വില്ലുവണ്ടി ആരുടെയാണ്? വില്ലുവണ്ടി എന്ന് പറയുന്ന ആരുടെയാണ്? ചരിത്രം എന്ന് പറയുന്ന ആരുടെയാണ്? അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അയ്യങ്കാളി തന്നെയാണ്. 1891 പഠിക്കുക. വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു. അധസ്ഥിരതയുടെ എന്താണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളിയുടെ തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ എന്താണ് വില്ലുവണ്ടി സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു. അപ്പോൾ പഠിച്ചു വെക്കുന്നതാണ് വില്ലുവണ്ടി സമരം എപ്പോഴാണ്? 1893 അയ്യങ്കാളിയാണ് ലീഡർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത കല്ലുമാല സമരമാണ്. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. അതുപോലെ കീഴാഴ്മയുടെ എന്താണ് ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4-5 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടിയതാണ് ഇത് കല്ലുമാല സമരം. കല്ലുമാല സമരവും വില്ലുവണ്ടി സമരവും നെടുമങ്ങാടി ചന്ത കലാപക്കാരുടെ തന്നെയാണ്, അയ്യങ്കാളിയുടെ തന്നെയാണ് കേട്ടോ. പഠിച്ചു വെക്കാം. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവി. എന്താണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ. മാറ്റങ്ങൾ തൂലികയിലൂടെ. സമ്പന്നർ പാവങ്ങൾ, ഇപ്പൊ ഇത് പഠിച്ചു വെക്കാതെ ചോദിക്കാം. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാൻ സഹായിക്കുകയും വേണം എന്ന് പറഞ്ഞ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യൻ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആര് തന്നെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സാമൂഹികമായി പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗമാണ് എന്ത്? വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 3 സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ചോദ്യം വരാം. ഓക്കെ. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകൾ അദ്ദേഹം എന്താണ് പാണ്ഡിത്യം നേടിയ ഒരാൾ വ്യക്തി തന്നെയായിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആര് സഹകരിച്ചിരുന്നു? മൗലവി സഹകരിച്ചിരുന്നു. അതുപോലെ അറിവിന്റെ വെളിച്ചം പകരാൻ മുസ്ലിം അൽ ഇസ്ലാം എന്ന മാസിക, അത് പഠിച്ചു വെക്കാം. മുസ്ലിം അൽ ഇസ്ലാം ആരുടെയാണ്? മാസിക ആരുടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് മുസ്ലിം അൽ ഇസ്ലാം. ആരുടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം ആരുടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ എല്ലായിടും അതിൽ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. സ്വദേശാഭിമാനി പത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെയും അഴിമതിയുടെയും അനീതികളെയും എന്താണ് വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രമാണ്. 1910 എന്ത് ചെയ്തു? പത്രത്തെ കണ്ടുകെട്ടുകയുണ്ടായി. പ്രസ് മടക്കിയിട്ടാണ് എന്താണ് അതുവഴി ആരെയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പത്രാധിപനായ ആരെയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ത് ചെയ്തു? നാടുകടത്തുകയും ചെയ്തു. പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിച്ചപ്പോൾ തന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന നിലപാടാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വീകരിച്ചപ്പോൾ ഓർത്തിരിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയ വ്യക്തിയാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പേരാണ് പൊയ്കയിൽ അപ്പച്ചൻ അല്ലെങ്കിൽ ശ്രീ കുമാര ഗുരുദേവൻ. പഠിച്ചു വെക്കാനാണ് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ എന്ന് പറയുന്ന ആളെന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഇതിൽ അധികം ഒന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്ന ആരുടെയാണ്? അദ്ദേഹത്തിന്റെയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അദ്ദേഹത്തിന്റെയാണ്. അതുപോലെ തന്നെ 1-ാം ലോക മഹായുദ്ധ കാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് കുളത്തൂർ കുന്നിലേക്ക് ശ്രീകുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ എന്താണ് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തുകയുണ്ടായി. സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ജാഥ. അപ്പൊ ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സമാധാനം, ലോകത്തിന് സമാധാനം. എന്താണ് യുദ്ധവിരുദ്ധ ജാഥ? ആരുടെയാണ്? പൊയ്കയിൽ അപ്പച്ചന്റെയാണ്. ഈ സമാധാന ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു? നീക്കാനായി എന്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പൊ അത് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ആ ടോപ്പിക്ക് ഇത്രയാണ് വരുന്നത്. ഇനി എന്താണ്? അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ് കേട്ടോ. അടുത്ത ടോപ്പിക്ക് വരുന്നത് എന്താണ്? അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ്. ആരാണ്? വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദനും എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. നമ്മൾ ഇന്ന് പഠിക്കുന്ന നവോത്ഥാന നായകന്മാരിലെ ഏറ്റവും അവസാനത്തെ ആളാണ് ആര്? വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. ഇവരെല്ലാവരെയും കുറിച്ച് ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. അത് പിന്നെ നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച വാഗ്ഭടാനന്ദൻ അന്ധവിശ്വാസികൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു. പഠിച്ചു വെച്ചോ. ആത്മവിദ്യാ സംഘം ആരുടെയാണ്?
വാഗ്ബടാനന്ദന്റെയാണ്. സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകി. ഓക്കെ, ഇനി ചവച്ചരയ്ക്കൽ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൽ അവസാനത്തെ ടോപ്പിക്ക് പറഞ്ഞു പോവാണ്. SCRT ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയി. ഇത് നിങ്ങൾക്ക് 40 മിനിറ്റ് പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്ത് പഠിക്കുക. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് റാങ്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇനി പല്ല് നോക്കാം. ചവച്ചരയ്ക്കാൻ നമ്മുടെ എല്ലാ പല്ലുകളും ഒരുപോലെയാണെന്ന് വെച്ചാൽ അല്ല. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചവർണകം, ചവർണകം കൊണ്ടല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഉളിപ്പല്ല് ഇൻസിസർ എന്ന് പറയും. മുൻവശത്തും താഴെയും മുകളിലുമായി 8 പല്ലുകൾ. നമുക്ക് എത്ര ഉളിപ്പല്ലുണ്ട്? 8 എന്തുണ്ട്? ഉളിപ്പല്ലുകളുണ്ട്. കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നതാണ് എന്ന് പറയുന്നത് ഉളിപ്പല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഉളിപ്പല്ല് എവിടെയാണ്? ഈ പല്ല് ഉണ്ടോ? താഴെയും മുകളിലായിട്ട് നമുക്ക് എത്ര എണ്ണം? 8 എണ്ണം. താഴെ 4 എണ്ണം, മുകളിൽ 4 എണ്ണം അല്ലേ. താഴെയും മുകളിലും മുൻവശത്തും താഴെയും മുകളിലുമായിട്ട് എന്താണ് ഈ പറയുന്ന 8 പല്ലുകൾ ഉണ്ടായിരിക്കും. കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ഇനി ഏതാണ്? കോമ്പല്ല്. കോമ്പല്ല് നമുക്കറിയാം, ഈ വരുന്ന സൈഡിൽ വരുന്നതാണ് കോമ്പല്ല് എന്ന് പറയുന്നത്. ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 കോമ്പല്ല് നമുക്ക് ഉണ്ടായിരിക്കും. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനാണ് കേട്ടോ. ഇത് മുറിക്കാനാണെങ്കിൽ ഇത് കടിച്ചു കീറാൻ ഉപയോഗിക്കുന്നതാണ് ഇത് കോമ്പല്ല്. ഇനി അഗ്രചവർണകം, പ്രീമോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 8 പല്ലുകളായിരിക്കും. കോമ്പല്ലിന് ഇവിടെ വരുന്ന 2, 4, 6, 8 എണ്ണം, അങ്ങനെ 8 എണ്ണം വരും. അഗ്രചവർണകം ഇത് കുട്ടിയുടെ ഇതെത്രയാണ്? 14 വയസ്സുള്ള കുട്ടിയാണ്. എല്ലാ പല്ലും വന്നിട്ടില്ല. ഓക്കെ, കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലുമായി താഴെ എന്തുകൊണ്ട് 8 പല്ലുകൾ ഉണ്ടായിരിക്കും. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇത് അഗ്രചവർണകം. ഇനിയിപ്പോൾ ഏതുണ്ടായിരിക്കും? അഗ്രചവർണകം ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? മോളാറും ഉണ്ടായിരിക്കും അല്ലേ. ചവർണകം ഉണ്ടായിരിക്കും. ചവർണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായി 12 പല്ല്. അപ്പൊ ഇത് എത്ര എണ്ണം? 12 എണ്ണം. ഇത് 8 എണ്ണം, ഇത് 4 എണ്ണം, ഇത് 8 എണ്ണം. ഓക്കെ, ഒന്ന് വഴി 12 8 20, 20 8 28 4 32 പല്ല് നമുക്ക് ഉണ്ടായിരിക്കും. ചവർണകം 12 എണ്ണമാണ്. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക, പോസ് ചെയ്യുക, എന്ത് ചെയ്യുക, പഠിക്കുക. പഠിച്ചിട്ട് മാത്രമേ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിയുകയാണ്. ഇതുപോലെ SCRT ടോപ്പിക്കുകൾ എല്ലാ വിഷയങ്ങളും നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്ത് പോകുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.